Hi students, welcome to Commerce Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ മേജർ പ്രോസസ് ഓർ പേസസ് ഓഫ് ബിസിനസ് റിസർച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ റിസർച്ച് പ്രോസസ്? Research process means a series of steps necessary to carry out research effectively. റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് എഫക്റ്റീവായി നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായ സ്റ്റെപ്സുകളുടെ ഒരു സീരീസിനെയാണ് നമ്മൾ റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു റിസർച്ച് കണ്ടക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ചില സ്റ്റേജസുകളുണ്ട്. ആ സ്റ്റേജസുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റേജാണ് ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി പ്രോബ്ലം സെലക്ട് ചെയ്യുക. ദ ടേം പ്രോബ്ലം മീൻസ് എ ക്വസ്റ്റ്യൻസ് ടു ബി ആൻസേർഡ് ഓർ ആൻ ഇഷ്യൂ ടു ബി എക്സാമിൻഡ്. പ്രോബ്ലം എന്നുള്ള ടേം എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ നൽകേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഒരു ഇഷ്യൂ എന്നതാണ് ഈ പറയുന്ന പ്രോബ്ലം മെയിനായിട്ട് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ റിസർച്ചർ ഹാസ് ടു സെലക്ട് എ പ്രോബ്ലം. ആദ്യം തന്നെ റിസർച്ചർ ഒരു പ്രോബ്ലം സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന പ്രോബ്ലം ഇൻ കേസ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആവാം. ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ നിന്നാണ് പ്രോബ്ലം സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ വർക്ക് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സും പോളിസി മേക്കേഴ്സുമായിരിക്കണം ആ ഗവൺമെൻറ് ഓർഗനൈസേഷനുമായിട്ട് സംബന്ധിച്ച പ്രോബ്ലംസ് റിസർച്ചറിന് സജസ്റ്റ് ചെയ്തു കൊടുക്കേണ്ടത്. ഇൻ കേസ് റിസർച്ച് സ്കോളർ ആണെങ്കിൽ ഇറ്റ് ഈസ് ടു ബി സെലക്റ്റഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഗൈഡ്. ഒരു റിസർച്ച് സ്കോളർ അവരുടെ ഏരിയയുമായിട്ടാണ് അവർ ഏത് ഏരിയയാണ് റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡുമാരെ കണ്ടെത്തി അതിൽ ഏറ്റവും കൂടുതൽ ആ ഏരിയ സ്പെഷ്യലൈസ് ചെയ്തത് ഏത് ഗൈഡാണ് എന്ന് അവർ കണ്ടെത്തി ഐഡൻറ്റിഫൈ ചെയ്ത് അവരുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയിട്ടാണ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത്, ഇഫ് ദ സ്റ്റഡി ഈസ് ഫോർ എ സ്പോൺസറിങ് ഏജൻസി ദേ വിൽ സജസ്റ്റ് ദ പ്രോബ്ലം. ഈ ഒരു സ്റ്റഡി സ്പോൺസറിങ് ഏജൻസിയുമായിട്ട് ഡിപ്പെൻഡഡ് ആണെങ്കിൽ ആ സ്പോൺസറിങ് ഏജൻസി തന്നെയായിരിക്കും ആ പ്രോബ്ലംസും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദ റിസർച്ചർ ഹാസ് ടു ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് ഹിസ് ഫ്രണ്ട്സ്, കൊളീഗ്സ്, എക്സ്പേർട്സ് എക്സെട്ര. ഈ റിസർച്ചർ അവർക്ക് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രോബ്ലം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ്, കൊളീഗ്സ്, എക്സ്പേർട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത്, ദ മെയിൻ സോഴ്സ് ഓഫ് ദ ടോപ്പിക് ആർ ലിറ്ററേച്ചേഴ്സ്, സെമിനാർസ്, ഫീൽഡ് വിസിറ്റ്, ഇൻറ്റേൺഷിപ്പ്, എക്സ്പീരിയൻസ്, മീഡിയാസ് എക്സെട്ര. റിസർച്ച് പ്രോബ്ലംസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അഥവാ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് സോഴ്സസ് ആയിട്ടുള്ള സെമിനാർസ്, ഇൻറ്റേൺഷിപ്പ്, ഫീൽഡ് വിസിറ്റ്, എക്സ്പീരിയൻസ് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. ആഫ്റ്റർ സെലക്ടിങ് ദി പ്രോബ്ലം the researcher is required to go through the relevant literature to bring out a frame of reference to the work. ഒരു പ്രോബ്ലം സെലക്ട് ചെയ്തതിന് ശേഷം ആ പ്രോബ്ലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബുക്സുകളോ ജേണൽസുകളോ പബ്ലിക്കേഷൻസുകളോ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന സർവേ ആണ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഹീ ഷുഡ് റിവ്യൂ. ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അഥവാ ലിറ്ററേച്ചർ റിവ്യൂ രണ്ട് രീതിയിലുണ്ട്. കൺസെപ്ച്വൽ ലിറ്ററേച്ചറും അതുപോലെ തന്നെ എംപെരിക്കൽ ലിറ്ററേച്ചറും.
കൺസെപ്ച്വൽ ലിറ്ററേച്ചർ എന്ന് പറയുകയാണെങ്കിൽ ലിറ്ററേച്ചർ എക്സ്പ്ലെയിനിങ് ദ കോൺസെപ്റ്റ് ആൻഡ് തിയറീസ്. നമ്മൾ സെലക്ട് ചെയ്ത പ്രോബ്ലത്തിന് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ തിയറി എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസെപ്ച്വൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. എംപെരിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റഡീസ് മെയ്ഡ് ഏർലിയർ ഇൻ ദി ടോപ്പിക് ഓർ റിലേറ്റഡ് ടോപ്പിക്. നമ്മൾ സ്റ്റഡി ചെയ്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിൽ ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എംപെരിക്കൽ ലിറ്ററേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇനീഷ്യൽ സർവേ കണ്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന രണ്ട് ലിറ്ററേച്ചർ റിവ്യൂസും നമ്മൾ സെർച്ച് ചെയ്യേണ്ടതുണ്ട്, അഥവാ ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്ത ബുക്സുകളോ ജേർണൽസുകളോ പബ്ലിഷുകളോ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഇനീഷ്യൽ സർവേ എന്ന് പറയുന്നത്. ആ ഇനീഷ്യൽ സർവേയിൽ വരുന്ന രണ്ട് ലിറ്ററേച്ചറാണ് കൺസെപ്ച്വൽ ലിറ്ററേച്ചറും എംപെരിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഈ രണ്ട് സർവേയിലൂടെയാണ് നമ്മൾ ഇനീഷ്യൽ സർവേ കണ്ടക്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫൈനലൈസേഷൻ ഓഫ് റിസർച്ച് ടോപ്പിക്. Researcher has to finalize the topic and has to represent it in analytical and specific terms. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്ക് അത് ബ്രോഡ് കോൺസെപ്റ്റ് ആണെങ്കിൽ ആ ബ്രോഡ് കോൺസെപ്റ്റ് അനലറ്റിക്കലോ സ്പെസിഫിക് ടേംസിലേക്കോ കൺവേർട്ട് ചെയ്യണം. ദ പ്രോബ്ലം ഓർ ടോപ്പിക് ഷുഡ് നോട്ട് ബി ടു വൈഡ് ഓർ ടു നാരോ. പ്രോബ്ലം അല്ലെങ്കിൽ ടോപ്പിക്ക് കൂടുതൽ വൈഡും ആവരുത്, അതുപോലെ തന്നെ കൂടുതൽ നാരോ കോൺസെപ്റ്റും ആവരുത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ദി അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഫോർ വിച്ച് ദ റിസർച്ചർ ഈസ് അണ്ടർടേക്കൺ. അവൈലബിലിറ്റി ഓഫ് ടൈം, മണി ആൻഡ് അതർ റിസോഴ്സസ് മസ്റ്റ് ഓൾസോ ബി കൺസിഡേർഡ്. ഇവിടെ പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്ക് അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിന് അനുയോജ്യമായിരിക്കുകയും ഈ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് റിസർച്ചിന് അവൈലബിൾ ആയിട്ടുള്ള ടൈം, മണി അങ്ങനെയുള്ള മറ്റ് റിസോഴ്സുകളൊക്കെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത്ര മാത്രമുള്ളൂ. അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അനുയോജ്യമുള്ളതായിരിക്കണം ഈ ഒരു റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത്. അതുമാത്രമല്ല അതുമായിട്ട് അവർക്ക് അവരുടെ ടൈം അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം, മണി അതുപോലെ തന്നെ റിസോഴ്സുകൾ ഇതൊക്കെ എന്താണ് അവൈലബിൾ ആയിരിക്കണം. അതെന്താണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം. ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ സെലക്റ്റഡ് പ്രോബ്ലം ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ് ഓർ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്ക് ആ ടോപ്പിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം നമ്മൾ എന്താണ് ഫോർമുലേറ്റ് ചെയ്യണം, അഥവാ റിസർച്ച് പ്രോബ്ലമാക്കി ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അത് റിസർച്ച് പ്രോബ്ലമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത പ്രോബ്ലം സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ആക്ച്വലി എന്താണ് പ്രോബ്ലം അതിവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സ്പെസിഫൈങ് വാട്ട് ആക്ച്വലി ദ റിസർച്ച് പ്രോബ്ലം ആൻഡ് വൈ ഇറ്റ് ഈസ് സ്റ്റഡീഡ്. ആക്ച്വലി എന്താണ് റിസർച്ച് പ്രോബ്ലം, എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലത്തെ സ്റ്റഡി ചെയ്യുന്നത് എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കണം. അഥവാ ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ, അത് രൂപീകരിക്കുമ്പോൾ ഈ പറയുന്ന എന്തുകൊണ്ടാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലം സ്റ്റഡി ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ റിസർച്ച് പ്രോബ്ലത്തിൽ ഇൻവോൾവ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൈറ്റിൽ, ഒരു ടൈറ്റിൽ അവിടെ ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കണം.
രണ്ടാമത്തത് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി ഡിഫൈൻ ചെയ്യണം. മൂന്നാമത്തെ വർക്ക്ഔട്ട് ദ കൺസെപ്ച്വൽ മോഡൽ എന്ന് വെച്ചാൽ ഒരു കൺസെപ്ച്വൽ മോഡൽ എന്ന് വെച്ചാൽ ആ റിസർച്ച് ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതുമായിട്ട് ആശയപരമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു മോഡൽ അവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം അഥവാ റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ പ്രോബ്ലം ഡെഫിനിഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ. In order to gain the background knowledge of the research topic and to find out the research gap, the research has to review book and other resources. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററേച്ചർ റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ടോപ്പിക് അല്ലേ, നമ്മൾ ഓൾറെഡി നമ്മൾ എന്താണ് ഒരു പ്രോബ്ലംസും ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചെയ്ത പ്രോജക്റ്റുകൾ അഥവാ ചെയ്ത പ്രപ്പോസൽസുകളോ ചെയ്ത പബ്ലിക്കേഷൻസുകൾ ബുക്സുകൾ അതുമായിട്ട് നമ്മൾ ചെയ്ത ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ സ്റ്റഡീസുകളാണോ കണ്ടക്റ്റ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റഡീസുകളുടെ ഒക്കെ ഒരു എക്സിക്യൂട്ടീവ് സമ്മറിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലിറ്ററേച്ചർ റിവ്യൂസ് ഇത്രത്തോളം നമ്മുടെ സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂസ് നമ്മൾ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് എന്താണ് ഒരു റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു പുതുതായിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് അതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പുതുതായിട്ട് ടോപ്പിക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ബുക്സുകളും ജേണൽസുകളും പബ്ലിക്കേഷൻസൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു എക്സിക്യൂട്ടീവ് സമ്മറി അഥവാ ഒരു ലിറ്ററേച്ചർ റിവ്യൂസ് നമ്മൾ കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ഓൾ കൈൻഡ്സ് ഓഫ് ലിറ്ററേച്ചർ സച്ച് ആസ് ബുക്സ് എന്നാവാം, ആർട്ടിക്കിൾസ് എന്നാവാം, സോഴ്സ് ഓഫ് മെറ്റീരിയൽസ്, എൻസൈക്ലോപീഡിയ, ലേറ്റസ്റ്റ് പബ്ലിക്കേഷൻ, സെലക്റ്റഡ് റിസർച്ച് തിസീസസ്, അതുപോലെ ബിബ്ലിയോഗ്രാഫീസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, ഓൺലൈൻ ഇൻഫർമേഷൻസ്, റിപ്പോർട്ട് ഓഫ് ഏജൻസീസ് എന്നുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത പ്രോബ്ലംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാം. എ ഹൈപ്പോത്തിസിസ് ഈസ് എ ടെൻറ്റേറ്റീവ് അസംഷൻ ഓർ പ്രപ്പോസിഷൻ ഫോർമുലേറ്റഡ് ഫോർ ടെസ്റ്റിംഗ്. ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ പറയുന്നത്? ഒരു തിയറി ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഫോർമുലേറ്റ് ചെയ്ത ഒരു ടെൻറ്റേറ്റീവ് അസംഷനോ പ്രപ്പോസിഷനോ ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെൻറ്റേറ്റീവ് ജനറലൈസേഷൻ ദ വാലിഡിറ്റി ഓഫ് വിച്ച് റിമൈൻസ് ടെസ്റ്റഡ്. ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ടെൻറ്റേറ്റീവ് ജനറലൈസേഷനാണ്. നമ്മൾ കണ്ടെത്തിയ ടോപ്പിക്ക് അഥവാ നമ്മൾ കണ്ടെത്തിയ പ്രോബ്ലത്തിൻ്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. Some types of research does not test hypothesis. For example, mere fact finding investigation. ചില ടൈപ്സ് ഓഫ് റിസർച്ചുകളിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം റിസർച്ചുകളിൽ ഒന്നാണ് ഒരു വസ്തു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തുക. അതിൽ നമുക്ക് എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ടു ഡ്രോ ബട്ട് ആൻഡ് ടെസ്റ്റ് ഇറ്റ്സ് ലോജിക്കൽ ആൻഡ് എംപെരിക്കൽ കോൺസിക്വൻസ്. ഇവിടെ പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്കിൻ്റെ ലോജിക്കലും എംപെരിക്കലുമായിട്ടുള്ള കോൺസിക്വൻസസ് പുറത്തെടുക്കുന്നതിനും ടെസ്റ്റ് ചെയ്യുന്നതിനുമാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ.
റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്ലാനിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്ലൂ പ്രിൻ്റ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ദി series of operation that researcher intends to carry out to accomplish the research objectives. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് അക്കോംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഓപ്പറേഷൻസുകളാണോ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോംപ്രഹെൻസീവ് പ്ലാനിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് സ്പെസിഫൈ ദ ഒബ്ജക്റ്റീവ്സ് of the study, the methodology and the techniques to be adopted for achieving the goal. മെയിനായിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിസർച്ച് ഒബ്ജക്റ്റീവ്സ് അക്കോംപ്ലിഷ് ചെയ്യുന്നതിനായിട്ട് സ്വീകരിക്കേണ്ട റിസർച്ച് മെത്തഡോളജീസ് എന്നിവ റിസർച്ച് ഡിസൈനിൽ സ്പെസിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് prescribes boundaries for the research work and gives a direction to the study. റിസർച്ച് ഡിസൈനിലൂടെ റിസർച്ച് വർക്കുകൾക്ക് ബൗണ്ടറീസ് നിർദ്ദേശിക്കുകയും അതിലൂടെ നമ്മൾ കണ്ടക്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റഡീസിലേക്ക് ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്ലാനിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ മെയിനായിട്ട് ഇൻവോൾവ് ആവുന്നത് നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് അക്കോംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻസുകളുടെയൊക്കെ വർക്കൗട്ട് നമ്മൾ ഒരു കോംപ്രഹെൻസീവ് പ്ലാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ. സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. ഒരു സ്പെസിഫിക് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു കൃത്യമായ പ്ലാനാണ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഡിസൈൻ റെഫേഴ്സ് ടു ദ ടെക്നിക്സ് ഓർ ദ പ്രൊസീജിയർ ദ റിസർച്ചർ വുഡ് അഡോപ്റ്റ് ഇൻ സെലക്ടിംഗ് ഐറ്റം ആസ് സാമ്പിൾ. സാമ്പിളിംഗ് ഡിസൈൻ എന്നത് ടെക്നിക്സ് ആവാം, പ്രൊസീജിയേഴ്സ് ആവാം. ഇതുമായിട്ടൊക്കെ സാമ്പിളിംഗ് ഡിസൈനെ ഇൻഡിക്കേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. റിസർച്ചർ നമ്മുടെ ഒരു ടോപ്പിക്ക് റിസർച്ചറുമായിട്ട് അല്ലെങ്കിൽ റിസർച്ചർ നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾസിനെയാണ് സെലക്ട് ചെയ്യുക. റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയുള്ള സാമ്പിൾസിനെ മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക. അല്ലാത്ത സാമ്പിൾസിനെ അവിടെ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. അത്തരത്തിലുള്ള സാമ്പിൾസ് സെലക്ട് ചെയ്ത് അത് ഏത് ടെക്നിക്സ് ആണ് അല്ലെങ്കിൽ ഏത് പ്രൊസീജിയറാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ സാമ്പിളിംഗ് ഡിസൈനിൽ വരുന്ന രണ്ട് ടെക്നിക്സാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. ഇതിൽ ഏത് ടെക്നിക്സ് വേണമെങ്കിലും നമുക്ക് ഈ സാമ്പിളിംഗ് ഡിസൈനിൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഫോർ സെൻസസ് സർവേ. സാമ്പിളിംഗ് ഡിസൈനിൽ കണ്ടക്ട് ചെയ്യാൻ സെൻസസ് സർവേസിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത് പോപ്പുലേഷനിൽ വരുന്ന ഒരു സാമ്പിൾസിനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് സെൻസസ് സർവേ എന്ന് പറയുകയാണെങ്കിൽ സെൻസസ് സർവേൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സെൻസസ് സർവേയിൽ വരുന്ന സാമ്പിൾസിനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പക്ഷെ നേരെ തിരിച്ച് പോപ്പുലേഷനിൽ വരുന്ന സാമ്പിൾസിനെ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ചിലേക്ക് കടക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ ഓർ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ദ റിക്വയർഡ് ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിന് ആവശ്യമായിട്ട് വരുന്ന ഡാറ്റാസുകൾ അത് ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് പ്രൈമറി ഡാറ്റയാവാം, സെക്കൻഡറി ഡാറ്റയാവാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് സച്ച് ആസ് ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, എക്സ്പെരിമെൻറ്റേഷൻ, സർവേ ക്യാൻ ബി യൂസ്ഡ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സുകളാണ് ഒബ്സർവേഷൻസ്, ഇൻ്റർവ്യൂസ്, എക്സ്പെരിമെൻറ്റേഷൻസ്, സർവേ എന്നുള്ള മെത്തേഡ്സുകളിലൂടെയൊക്കെ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ സാധിക്കും.
വേരിയസ് ടൂൾസ് സച്ച് ആസ് ക്വസ്റ്റ്യനെയർസ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾസ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്നീ ഇൻസ്ട്രുമെൻസുകളിൽ നിന്നും നമുക്ക് എന്താണ് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യനെയർ ആൻഡ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ മസ്റ്റ് ബി ഫോമുലേറ്റഡ് കെയർഫുള്ളി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, ക്വസ്റ്റ്യനെയർ എന്നുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡ്സുകൾ അഥവാ ഡാറ്റ കളക്ഷൻ ടൂൾസുകൾ സിസ്റ്റമാറ്റിക്കും കെയർഫുള്ളുമായിട്ട് ഫോമുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേറൊന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇൻ്റർവ്യൂ ഷെഡ്യൂളിൽ അഥവാ ഇൻ്റർവ്യൂ നടത്തുന്നവർക്ക് പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യണമെന്നാണ് കളക്ഷൻ ഓഫ് ഡാറ്റയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അനാലിസിസ് ഓഫ് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്റ്റേജാണ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഇൻ ഓർഡർ ടു അനലൈസ് ദി ഡാറ്റ കളക്റ്റഡ് ഇറ്റ് ഷുഡ് ബി എഡിറ്റഡ്, ക്ലാസിഫൈഡ് ആൻഡ് ടാബുലേറ്റഡ്. ഇവിടെ ഡാറ്റ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഡാറ്റയെ എഡിറ്റ് ചെയ്യുകയും കോഡിംഗ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും പിന്നീട് അത് ടേബുലേഷൻ ചെയ്യുകയും വേണം. നെക്സ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ദ ഡാറ്റ. നമുക്ക് കിട്ടിയ ഡാറ്റകളെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും നമുക്ക് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. റേഷ്യോസ്, പെർസെൻറ്റേജ്, ഗ്രാഫ്, ടേബിൾസ്, കോഎഫിഷ്യൻറ്റ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ദ ഡാറ്റ. അതുപോലെ തന്നെ റേഷ്യോസ്, പെർസെൻറ്റേജ്, ഗ്രാഫ്, ടേബിൾസ്, കോഎഫിഷ്യൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ടൂൾസുകളാണ്. Statistical software package are also available to analyze the data. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ, ഇന്നത്തെ കാലത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ പാക്കേജസ് എന്താണ് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ SPSS പോലുള്ള സോഫ്റ്റ്വെയർസുകൾ. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് അണ്ടർ വിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ഈസ് ടെസ്റ്റഡ് ആൻഡ് ദെൻ ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുകയും അത് ആക്സെപ്റ്റ് ആവുകയോ റിജക്റ്റ് ആവുകയോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. The test conducted to accept or reject a hypothesis is known as test of hypothesis. ഒരു ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനോ റിജക്റ്റ് ചെയ്യുന്നതിനോ നടത്തിയ ടെസ്റ്റിനെയാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് വിളിക്കുന്നത്. The commonly used statistical tests are Z-test, T-test, chi-square test and F-test. നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് Z-ടെസ്റ്റും അതുപോലെ തന്നെ കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് Z-ടെസ്റ്റ്, T-ടെസ്റ്റ്, chi-square ടെസ്റ്റും F-ടെസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ടെസ്റ്റ് ഹെൽപ്സ് ദ റിസർച്ചർ ടു കണ്ടക്ട് ദ വാലിഡിറ്റി ഓഫ് ഹിസ് ഹൈപ്പോത്തിസിസ്. ഇതിലൂടെയാണ് നമുക്ക് ഒരു റിസർച്ചറിൻ്റെ വാലിഡിറ്റി, ആ റിസർച്ചിൻ്റെ പ്രോബ്ലത്തിൻ്റെ അഥവാ ആ റിസർച്ചിൻ്റെ ടോപ്പിക്കിൻ്റെ വാലിഡിറ്റി ഈ ഒരു ടെസ്റ്റിംഗ് അനാലിസിസിലൂടെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജാണ് ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രറ്റേഷൻ. ഈ സ്റ്റേജസിൽ മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ഒരു റിസർച്ചറിന് അവരുടെ ആ ഒരു റിസർച്ചിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ ഹിസ് ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ. ഇവിടെ എന്താണ് റിസർച്ചർ തൻ്റെ ഫൈൻഡിങ്സും അതുപോലെ തന്നെ കൺക്ലൂഷനുകളും പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവുകയും വേണം. ഇറ്റ് ഷുഡ് ബി ജസ്റ്റിഫൈഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ഏർലിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളുമായിട്ടാണ് ഈ ഒരു പറയുന്ന ഫൈൻഡിങ്സും അതുപോലെ തന്നെ ഇൻ്റർപ്രിറ്റേഷനും ജനറലൈസേഷനും ഒക്കെ നമ്മൾ ന്യായീകരിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ എവിഡൻസ് അണ്ടർ ദി സ്റ്റഡീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റഡീസിന് കീഴിലുള്ള ശരിയായിട്ടുള്ള എവിഡൻസുകൾ, ആ എവിഡൻസുകളുടെ ബേസിലായിരിക്കും ഈ ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം റിസർച്ചറിന് ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരാനായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് എന്താണ് റിസർച്ചർ ആ ഒരു
ഡാറ്റ അനാലിസിൻ്റെയും ഡാറ്റ കളക്ഷൻ്റെയും ഒക്കെ ഫൈൻഡിങ്സുകളും അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കൺക്ലൂഷൻസും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ പറയുന്നത് എന്താണ്, നമ്മളെ നേരത്തെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ അത് ജസ്റ്റിഫൈ ചെയ്യണം. പിന്നെ പറയുന്നത് നമ്മൾ ഏത് ടോപ്പിക്കുമായിട്ടാണോ സ്റ്റഡി ചെയ്തത് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള എവിഡൻസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ഒരു സ്റ്റഡീസ് നമ്മൾ കണ്ടക്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജാണ് പ്രിപ്പറേഷൻ ഓഫ് ദ റിപ്പോർട്ട് ഓർ തിസീസസ്. റിസർച്ച് പ്രോസസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജാണ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ദ റിസർച്ചർ ഹാസ് ടു prepare a research report which indicates what he has done and how it is proved. ഇവിടെ പറയുന്നത് റിസർച്ചർ ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അതിൽ എന്താണ് ചെയ്തതെന്നും അത് എങ്ങനെ ചെയ്തത് എന്നും തെളിയിക്കപ്പെടണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ റിസർച്ച് പ്രോസസ് ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. റിസർച്ച് പ്രോസസ്സിൻ്റെ ഒരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതാണ് റിസർച്ച് റിപ്പോർട്ട് അഥവാ റിസർച്ച് പ്രോസസ്സിൻ്റെ ഒരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഫോർമൽ റിസൾട്ട്, ഇതൊക്കെയാണ് റിസർച്ച് റിപ്പോർട്ടിൽ മെയിനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇറ്റ് നറേറ്റ് ദി പ്രോബ്ലം, സ്റ്റഡീസ്, മെത്തേഡ്സ് യൂസ്ഡ് ഫോർ സ്റ്റഡി ആൻഡ് ദി ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻസ്. ഈ പറയുന്ന റിസർച്ചിൽ മെയിനായിട്ട് വേണ്ട കാര്യങ്ങളാണ്, അഥവാ ഈ പറയുന്ന റിസർച്ച് റിപ്പോർട്ടിൽ മെയിനായിട്ട് വേണ്ട കാര്യങ്ങളാണ് പ്രോബ്ലം സ്റ്റഡി, നമ്മൾ എന്താണോ പ്രോബ്ലം സ്റ്റഡി ചെയ്തത്, അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് റിസർച്ച് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ദ പർപ്പസ് ഓഫ് ദ റിപ്പോർട്ട് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ റിസർച്ച് വർക്ക് ടു അതേഴ്സ്. റിസർച്ച് വർക്കുകൾക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നതാണ് റിസർച്ച് റിപ്പോർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജസ് ആണ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് റിട്ടേൺ ഫോമിലുള്ള ഡോക്യുമെൻ്റ് ആണ്. റിസർച്ച് റിപ്പോർട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ച് വർക്കുകൾക്ക് ആ വർക്കുകൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്നതാണ് ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല റിസർച്ചർ ഒരു റിസർച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അതെന്താണ് അവരുടെ എങ്ങനെയാണ് അവരത് ചെയ്തതെന്നും അത് ഏതൊക്കെ രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ആ റിപ്പോർട്ടിൽ പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ ആ പ്രോബ്ലം എന്താണ് പ്രോബ്ലം സ്റ്റഡി ചെയ്തത്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഏതാണ് യൂസ് ചെയ്തത്, അതുപോലെ ഫൈൻഡിങ്സ് എന്താണ്, കൺക്ലൂഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നരേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് നമ്മൾ ഒരു റിസർച്ച് പ്രോസസ്സിലുള്ളത്. അപ്പോൾ റിസർച്ച് എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും വൈഡായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 13 സ്റ്റേജസും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് മനസ്സിലാക്കാൻ ഉള്ളതുള്ളൂ. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് വളരെയധികം എളുപ്പമായിരിക്കും. കാരണം ഈ ഒരു പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇനിയുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്ത് ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.